ദക്ഷിണ യുക്രൈനിൽ റഷ്യൻ ആക്രമണം. ഓഡോസ് പ്രദേശത്തെ തുറമുഖങ്ങളും വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചാണ് ആക്രമണം തുടരുന്നത്. സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ തകർക്കുകയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി. കരിങ്കടലിൽ റഷ്യയുടെ കപ്പലുകൾക്ക് നേരെയുണ്ടായ യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെയാണ് റഷ്യയുടെ സൈനിക നടപടി. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ ജോസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, തുടർച്ചയായി ആക്രമണം നടക്കുന്ന ഒരു പ്രദേശമാണ് ഒഡേസ. നമുക്കറിയാവുന്നതാണ്, ഒരാഴ്ചയായി ഇവിടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഒഡേസ തുറമുഖം, അതായത് യുക്രൈന്റെ ഇത്തരത്തിലുള്ള തുറമുഖ വ്യാപാരവുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും നിർണായകമായ കേന്ദ്രമാണ് ഒഡേസ തുറമുഖം. സ്വാഭാവികമായും സപ്പോറിഷ്യ പോലുള്ള മറ്റു തുറമുഖങ്ങളുമുണ്ട് എങ്കിൽ കൂടി ഈ തുറമുഖത്തിലൂടെയാണ് പ്രധാനമായും വാണിജ്യ ഇടപാടുകളെല്ലാം തന്നെ നടക്കുന്നത്. ആ മേഖല കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിശക്തമായ ആക്രമണം തന്നെയാണ് തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ കരിങ്കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന റഷ്യയുടെ ഒരു ഷാഡോ ഷിപ്പ്, അതായത് റഷ്യയിൽ നിന്നും എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ഉപരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ ഉപരോധം മറികടക്കുന്നതിന് വേണ്ടി പ്രയോഗിച്ചിരുന്ന ഒരു ഷാഡോ കപ്പലിന് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. ആ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ അതിശക്തമായ നീക്കങ്ങളാണ് ഒഡേസ തുറമുഖം കേന്ദ്രീകരിച്ച് റഷ്യ നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെയും നടന്ന ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് ആ പ്രദേശത്താകെ തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരിക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ആക്രമണം നടത്തുകയാണെങ്കിൽ റഷ്യ തങ്ങളുടെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കില്ല എന്ന ഉറപ്പ് വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അത് അംഗീകരിച്ചിരുന്നു റഷ്യ. എങ്കിൽ കൂടി തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ, മാത്രമല്ല ഇന്നലെ ഒരു ലഫ്റ്റനന്റ് ജനറൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും റഷ്യയിലുണ്ടായിരുന്നു. മോസ്കോയിൽ അത്തരത്തിലൊരു ആക്രമണത്തിൽ ഒരു ലഫ്റ്റനന്റ് ജനറൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ലഫ്റ്റനന്റ് ജനറലിന്റെ കൊലപാതകത്തിന് പിന്നിലും യുക്രൈന് പങ്കുണ്ട് എന്ന ഒരു സൂചനകൾ പുറത്തു വരികയും ചെയ്തതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അതിശക്തമായ ആക്രമണം ഇന്നലെ നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 7 പേർ കൊല്ലപ്പെട്ട ആക്രമണം ഈ ഒഡേസ തുറമുഖം ഐസൻ പറഞ്ഞതുപോലെ തന്നെ കരിങ്കടലിൽ റഷ്യയുടെ കപ്പലുകൾക്ക് നേരെയുണ്ടായ യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെയാണ് റഷ്യയുടെ ഈ സൈനിക നടപടി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്, അല്ലേ ഐസൻ? തീർച്ചയായും ആ ആക്രമണം നടന്നത് ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ്. ഇത്തരത്തിലൊരു ആക്രമണം റഷ്യൻ കപ്പലുകൾക്ക് നേരെ. റഷ്യയുടെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, റഷ്യയിൽ നിന്നും എണ്ണ വിൽപ്പന നടത്തുന്നത് യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത തുറക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി തുറക്കുന്നു എന്നൊരു ആരോപണം സ്വാഭാവികമായും ലോകം മുഴുവനുമുണ്ട്. അത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉപരോധങ്ങൾ മറികടക്കുന്നതിന്, അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഉൾപ്പെടെ മറികടക്കുന്നതിന് മറ്റു രാജ്യങ്ങളുടെ ഫ്ളാഗുള്ള കപ്പലുകൾ വഴി എണ്ണ കൊണ്ടുപോകുന്ന ഒരു രീതി റഷ്യ അനുവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ എണ്ണ കൊണ്ടുപോയ ഒരു ഷാഡോ കപ്പലിന് നേരെയാണ് യുക്രൈൻ ആക്രമണം നടത്തിയത്. തീർച്ചയായും ഒരു കൃത്യമായ അജണ്ട അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരിങ്കടലിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ തുടരുന്ന ഒരു സാഹചര്യം തുടരുമ്പോൾ, അല്ലെങ്കിൽ ആ പശ്ചാത്തലം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആക്രമണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ റഷ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു വാർത്ത പുറത്തു വന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് സംബന്ധിച്ച ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് റഷ്യയുടെ അജണ്ടയല്ല. റഷ്യക്ക് അത്തരത്തിലൊരു ലക്ഷ്യമില്ല. മറിച്ച് യുക്രൈനെ സമ്പൂർണ്ണമായും പിടിച്ചടക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. പഴയ USSRന്റെ ഭാഗമായ യുക്രൈനെ പിടിച്ചടക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പുടിനുള്ളത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അത് ഔദ്യോഗികമായി തന്നെ US-ന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും മാധ്യമ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്രമണം ഒഡേസയിൽ തുടരുന്നത് ഇനിയും ഈ സമാധാന സാധ്യതകൾ വളരെ അകലെയാണ് എന്ന് തെളിയിക്കുന്നതാണ്. അല്പസമയം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത് സംബന്ധിച്ച് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, വൊളോഡിമർ സെലൻസ്കിയും പുടിനും തമ്മിലും റഷ്യയും യുക്രൈനും തമ്മിലും വലിയ ശത്രുത നിലനിൽക്കുന്നു എന്ന പ്രസ്താവന ആവർത്തിക്കുക കൂടി ട്രംപ് ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് മുമ്പാണ് അത്തരത്തിലൊരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും വലിയൊരു വെല്ലുവിളി തന്നെയായി ഈ യുദ്ധം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഐസൻ പറഞ്ഞതുപോലെ തന്നെ ദക്ഷിണ യുക്രൈനിൽ റഷ്യൻ ആക്രമണമാണ്. ഓഡോസ് പ്രദേശത്തെ തുറമുഖങ്ങളും വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചാണ് ആക്രമണം തുടരുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.